പൂരം പൊടിപൂരം. സാമ്പിൾ വെടിക്കെട്ട് നടക്കാൻ പോകുന്നു. 7 മണിക്കാണ് സാമ്പിൾ വെടിക്കെട്ട്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, ഒപ്പം തിരുവമ്പാടി ദേവസ്വം ഓഫീസിന് മുന്നിൽ നിന്ന് സൂരജ് സജി എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം നിഖിൽ പ്രമേഷിലേക്കാണ്. നിഖിൽ, ഇനിയും ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ സാമ്പിൾ വെടിക്കെട്ട് നടക്കാൻ. വിവരങ്ങൾ. ഇരു വിഭാഗങ്ങളുടെയും സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 7 മണി എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. അല്പസമയം ഒരുപക്ഷെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നിരിക്കെ പോലും ഒരു 7:15 കൂടിയെങ്കിലും തിരുവമ്പാടിയുടെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിൽ ആളുകൾ എല്ലാ ഭാഗങ്ങളിലും തടിച്ചുകൂടിയിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തവണ നിയന്ത്രണങ്ങൾ നന്നേ കുറവാണ്. കഴിഞ്ഞ തവണ ഉണ്ടായ വിവിധ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നന്നേ കുറച്ചിട്ടുണ്ട്. പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. 4000-ഓളം പോലീസുകാരെ വിവിധ മേഖലകളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ഏറ്റവും ഭംഗിയായി ഉയരത്തിൽ നിന്ന് കാണാനാകുന്ന എലൈറ്റ് ഹോട്ടലിന്റെ മുകളിലാണ്. അവിടെ നിന്നാൽ നമുക്ക് നന്നായി ഈ കാഴ്ചകൾ കാണാൻ കഴിയും. അത് പ്രേക്ഷകർക്ക് ഒപ്പിയെടുത്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. ഇവിടെ നേരത്തെ തന്നെ മുൻകൂട്ടി നൽകിയിട്ടുള്ള ടിക്കറ്റ് പ്രകാരം എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണുള്ളത്. ഇവിടെ താമസിക്കുന്ന ആളുകൾക്കൊപ്പം തന്നെ കോംപ്ലിമെന്ററി പാസ് വഴി നൽകിയും ഒരുപാടധികം ആളുകൾ ഇന്ന് ഉച്ച മുതൽ തന്നെ ഏതാണ്ട് 3 മണി മുതലൊക്കെ ഇവിടെ കയറി സീറ്റ് ഉറപ്പിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങളിലേക്ക് കൂടി വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. എവിടെ ഞങ്ങളൊക്കെ വരുന്നത്? എല്ലാ വർഷവും ഇവിടെ വന്ന് കാണാറുണ്ടോ? എല്ലാ വർഷവും ഇവിടെ കാണാറുണ്ട്. എവിടുന്ന? തൃശ്ശൂർ തന്നെയാണ്. സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മറ്റന്നാളത്തെ വെടിക്കെട്ടിന്റെ ഒരു മിനി പതിപ്പാണല്ലോ, ചെറു പതിപ്പാണല്ലോ. അതെ, വെറൈറ്റി കളറുകൾ പൊട്ടും സാമ്പിളിന്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അത് ഇതിനുണ്ടാവില്ല, പൂരത്തിന്റെ അന്നത്തെ വെടിക്കെട്ടിനുണ്ടാവില്ല. ഇതിലായിരിക്കും കൂടുതൽ കളർഫുൾ സാധനങ്ങൾ വരിക, വെറൈറ്റി സാധനങ്ങൾ പൊട്ടും. അതാണ്. അപ്പം സാമ്പിളിനുണ്ട് ഒരുപാട് പ്രത്യേകതകൾ. പൂരം വെടിക്കെട്ടിന്റെ അന്നുണ്ടാകുന്ന കളർ ഇനത്തിലുള്ള സാധനങ്ങൾ അത് ഇന്നേ ഉണ്ടാകും എന്നാണ് തൃശ്ശൂർക്കാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇവരെവിടുന്ന വരുന്നത് നമുക്ക് ചോദിക്കാം. എവിടുന്നാണ്? ഷൊർണൂരിൽ. പാലക്കാട്. അതെ. ഇതിനു വേണ്ടി വന്നതാണോ? അതെ, കപ്പ് വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നത് തന്നെയാണ്. സാമ്പിൾ നേരത്തെ കണ്ടിട്ടുണ്ട്? നേരത്തെ കണ്ടിട്ടുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു. റൗണ്ടിലേക്ക് തന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം റൗണ്ടിലേക്കൊക്കെ പെർമിഷൻ കുറച്ച് നടക്കാനെങ്കിലും പറ്റുന്നുണ്ട്, ഇളവുകളുണ്ട്. മാഡം എവിടുന്ന്? ഷൊർണൂറാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ? എങ്ങനെയുണ്ട് അപ്പൊ ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഹായ് സർ. ഒരുക്കങ്ങൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ വെച്ച് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു മാറ്റം വരെ സംഭവിക്കില്ല വിചാരിക്കുന്നു. അപകടരഹിതമായി സംഭവിക്കുന്നത് മാത്രം പ്രാർത്ഥിക്കുന്നു. അത്രേ ഉള്ളൂ. ഗംഭീരമാവാൻ സാധ്യത ഉണ്ട്. എല്ലാം കൊണ്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. സംഭവിക്കുന്നു. ഇവിടെ 2 പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. ഒന്നിപ്പോൾ ഇവിടെ പാസ്സൊക്കെ നൽകിയ ആളുകളെ ക്ഷണിച്ച ആളുകൾ, അതായത് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുണ്ട്. ഒരു ഭാഗത്ത് VIP പവലിയനുണ്ട്. അതിൽ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ അവിടെ എത്തിയായിരിക്കും ഈ വെടിക്കെട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം, അതായത് 7 മണി കഴിയുന്നതിന് പിന്നാലെ തന്നെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം അതിനുള്ള അവസാനവട്ട അനുമതികളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. അത് ലഭിക്കുന്ന ഉറക്കെ തിരുവമ്പാടിയുടെ സാമ്പിൾ ആരംഭിക്കുക. ആ സാമ്പിളിൽ തന്നെയുണ്ട് ഒരു മത്സരം, അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ഏറ്റവും മികച്ച സാമ്പിൾ ഒരുക്കിയത് എന്നുള്ളതൊക്കെ ഒരു കൗതുകമാണ്. അപ്പോൾ അത് ഈ സാമ്പിളിന് ശേഷവും ആളുകൾ വിലയിരുത്താറുണ്ട്. ഏറ്റവും മികച്ച സാമ്പിൾ തിരുവമ്പാടിയുടേതായിരുന്നു അല്ലെങ്കിൽ പാറമേക്കാവിൻ്റെതായിരുന്നു, അങ്ങനെയുള്ള അവകാശവാദങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ആളുകൾ ഇതിനെ ആഘോഷമാക്കി മാറ്റുന്നു, അതിനെ വലിയ രീതിയിൽ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ എല്ലാവരും ഇവിടെ നിൽക്കുന്ന ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിയന്ത്രണങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ആളുകൾക്ക് അല്പം കൂടെ ഫ്രീ ആയി ഇടപെടാൻ പറ്റുന്നുണ്ട്, പൂരം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന കാര്യം. ഉന്മേഷ്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.